ഒരു 15 ഡേയ്സ്, 1 വീക്ക് 2 വീക്ക് ഓർ സംതിങ് എനിക്ക് ചാസ്റ്റിക്കിൽ നിന്ന് മോചനം കിട്ടിയത്. വന്നു കഴിഞ്ഞാൽ മൈ മൈൻഡ് വാസ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സോഷ്യൽ ആൻസൈറ്റി ഇതൊക്കെ മാറി തുടങ്ങി. പയ്യെ ഞാൻ കൂടുതൽ അസേർട്ടീവായി തുടങ്ങി. ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി, കൂടുതൽ സക്സസ് വരാൻ തുടങ്ങി. ആ ഒരു കംഫർട്ട് നിന്ന് കുറച്ച് മാറാൻ തുടങ്ങി. പക്ഷേ അതേ ടൈമിൽ തന്നെ കുറച്ച് ആങ്കർ അഗ്രസീവ്നെസ് എൻ്റെ ഇതിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ കുറേ റൂത്ത്ലെസ് ആയി തുടങ്ങി. അതുപോലെ പയ്യെ എനിക്ക് നകലാൻ തുടങ്ങി. എനിക്ക് കുറച്ച് അഗ്ലി ആയിട്ട് തോന്നി. ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ മുഖം കുറച്ച് അഗ്ലി ആയി പോലെയൊക്കെ തോന്നി. എന്താണെന്നറിയില്ല, എന്തൊക്കെയോ കാരണം ഞാൻ വീണ്ടും പഴയ ആ ഒരു കേജിലേക്ക് മടങ്ങിയാൽ എന്തൊക്കെയോ ഞാൻ ആലോചിക്കുന്നത്. സംഭവം ഇത് ധരിക്കുമ്പോൾ ഒരുതരം സ്ത്രീത്വം കിട്ടുന്നു. ഈ സ്ത്രീത്വത്തോട് ഞാൻ ഒരുപാട് ആസക്തമായി കഴിഞ്ഞിരിക്കുന്നു. ലൈക്ക് ഈ ഒരു എന്താ പറയുക, ആ ഒരു ബന്ധനത്തിൽ നിന്ന് കിട്ടുന്ന മോചനം, അതൊരു പ്രത്യേക വേർഡ് കൺസെപ്റ്റാണ്. പക്ഷേ എനിക്കറിയില്ല അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഞാൻ സംശയിക്കുകയാണ്, ഇത് ഈ ബന്ധനം കാരണമാണോ എനിക്ക് ഇത്രയും നാൾ ജോലി കീപ്പ് ചെയ്യാൻ പറ്റിയത്? ഈ ബന്ധത്തിൽ നിന്ന് മാറുന്നതുകൊണ്ടാണോ? അതോ ഞാൻ ഈ ബന്ധനമില്ലാണ്ട് കുറേ നാൾ പോയാൽ പക്ഷേ എനിക്ക് ഈ ജോലി നഷ്ടപ്പെടുമോ? ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല ഈ ഒരു കാര്യത്തിൽ. പക്ഷേ എന്തോ സംഭവം ഞാൻ പൊതുവെ പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ഇതിലേക്ക് വന്നെത്തി. പക്ഷേ വൺസൊക്കെ ഏജ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ അതൊരു സംഭവത്തിലേക്കാണ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, എന്താ പറയുക, ഒരു നേരപ്പോക്കൊക്കെയാണ് അത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾക്ക് വ്യക്തമായിട്ടൊരു എന്താ പറയുക, കൺട്രോൾ, ഒരു പോയിൻ്റ് എന്തിനാണെന്ന് അറിയില്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഇമ്മോറലായിട്ട് റക്കായി പോകും. ഒരു കണ്ടിന്യൂസ് മാസ്റ്റർബേഷനിലേക്ക് നയിക്കും. കണ്ടിന്യൂസ് ലോസ് ഓഫ് എന്താ പറയുക, മെമ്മറി, അതുപോലെ മൊത്തത്തിലുള്ള ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കും. സോ പ്രോബ്ലമാറ്റിക്. അതെന്താണ് എൻ്റെ കാരണം എന്നറിയില്ല. It is സംഭവം മേക്കിങ്. എനിക്ക് പിന്നെ അത് പെട്ടെന്ന് നമ്മൾ ചെയ്യില്ല എന്നൊരു ശബ്ദം എടുക്കണം. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് എന്തായാലും നമ്മൾ പുറത്ത് വരുമ്പോൾ നമുക്ക് സ്ത്രീകളെ നോക്കാൻ തോന്നും. സ്ത്രീകളോട് എന്തൊരു ആകർഷണം സ്വയമുണ്ടാകും. അതില്ലെങ്കിൽ സ്ത്രീകളോട് ആകർഷണമില്ല, അവരെ നോക്കുകയാണെങ്കിൽ നോക്കട്ടെ, അല്ലെങ്കിൽ കോപ്പ് എന്നൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ശ്രദ്ധ കിട്ടില്ല, അവർ നമ്മളെ മൈൻഡ് ചെയ്യില്ല. അതാണ് സംഭവിക്കേണ്ടത്. പിന്നെ അവർക്ക് നമ്മളോട് പെട്ടെന്ന് താല്പര്യം പോകും. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ ദിവസം സ്ത്രീകളോട് അമിതമായൊരു താല്പര്യം ആവശ്യമാണ്. അത് ഒബ്സഷനാവും, അതിലേക്ക് മാസ്റ്റർബേഷനിലേക്കും പോകും. സോ somehow I need to find something to control this or just അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നില്ല എൻ്റെ വിശ്വാസം. പക്ഷേ സംതിങ് നമുക്ക് ഒരു മണി സേവ് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ചാസ്റ്റിക്ക് കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും വലിയ കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഫീലിംഗ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഞാൻ ഒരു അറ്റത്തേക്ക് പോവുകയാണ്. മനസ്സിലായില്ലേ? ആ അറ്റത്തെത്തി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഞാൻ 20 പേര് അക്കൗണ്ട് എടുത്ത് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു അമിതമായൊരു ആസക്തികളാണ്. മനസ്സിലായില്ലേ? ഒരു പ്രോബ്ലമാണ് അത്. അഡിക്ഷൻ, ഒരു ആസക്തിയാണ്, ഭ്രാന്താണ്, അത് ഇൻസാനിറ്റിയാണ്. ഭാഗ്യത്തിലാണ് ഞാൻ കുറച്ച് കാശ് എനിക്ക് സേവ് ചെയ്യാൻ പറഞ്ഞത്. 10-15 ദിവസം ഞാൻ സോബറായിരുന്നു മാത്രമാണ് എനിക്ക് സേവ് ചെയ്യാൻ തോന്നിയത്. എന്ത് കഷ്ടപ്പെട്ടാണ് ഹോപ്പ്ലെസ് കോഴ്സാണ്, അത് പ്യൂറായിട്ടുള്ള കോഴ്സാണ്. അതന്നെ വളച്ചൊടിക്കാനും കുഴിച്ചു നശിപ്പിക്കുക. അതിന് വ്യക്തമായൊരു പർപ്പസുണ്ട്. അതിലേക്ക് എന്തെങ്കിലും വളർച്ചയാണ് അതിൻ്റെ പർപ്പസ്, അല്ലാതെ തകർച്ചയല്ല. സോ ദൈവത്തോട് പ്രാർത്ഥിക്കുക.